താങ്കൾ അതിപ്പോൾ കൊണ്ടുവന്നത് കൊണ്ട് ആ വിഷയത്തിലേക്ക് ഒന്ന് പോകേണ്ടി വരും. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ കേരളക്കാരെ ഒരിക്കലും കാണാത്ത ഒരു തരത്തിലുള്ള ഒരു സിന്തറ്റിക് ഡ്രഗ് യൂസേജിൻ്റെ, പണ്ട് കഞ്ചാവും മദ്യവും പോലുള്ള സാധനങ്ങളായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പേര് പോലും കേട്ടാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള സിന്തറ്റിക് ഡ്രഗുകളാണ് ഉപയോഗിക്കുന്നത്. പഞ്ചാബിനേക്കാളും അല്ലേ, ഡേറ്റ പറയുന്നത് പഞ്ചാബിനേക്കാളും എത്രയോ മേലെയാണ് ഇന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ. പഞ്ചാബായിരുന്നു പണ്ട് പേര് കേട്ട ഡ്രഗ് യൂസേജ് സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവിടെ തമാശയായിട്ട് പറയും, പഞ്ചാബായിരുന്നു മദ്യപാനത്തിൽ ഒന്നാം സ്ഥാനം. അത് നമ്മുടെ ആളുകളെല്ലാം ശക്തിയായിട്ട് പ്രവർത്തിച്ച് ആ ഒന്നാം സ്ഥാനം പഞ്ചാബിൻ്റെ നിന്ന് പിടിച്ചെടുത്തു. ഇപ്പോൾ ഈ പഞ്ചാബിന് മയക്കുമരുന്നിലുള്ള ഒന്നാം സ്ഥാനം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ രസകരമായ ഒരു സാധനമാണ്. അതായത് കേരളത്തിലെ പോലീസിങ് വളരെ മെച്ചപ്പെട്ടതാണ് നമ്മൾ പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പറയുന്ന ഒരു സാധനമാണ്. കേരളത്തിലെ ഡ്രഗ് കേസുകൾ പിന്നെ നേരത്തെ പഞ്ചാബായിരുന്നു, ഇപ്പോൾ കേരളമാണ്. മദ്യപാനത്തിൽ നേരത്തെ പഞ്ചാബായിരുന്നു, അത് കേരളം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. ഈ ഡ്രഗ് യൂസേജിൽ പഞ്ചാബായിരുന്നു, അതും കേരളം പിടിച്ചെടുത്തു എന്ന് പറയുന്നു. ഈ പഞ്ചാബ് ആരാണ് ഈ സമയത്തൊക്കെ ഭരിച്ചതെന്നുള്ളത് വി ഡി സതീശൻ ഒന്നും ഓർമ്മിക്കുന്നത് നന്നാവും. രാഷ്ട്രീയ ജീവിയാണല്ലോ. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രഗ് യൂസേജ് നമ്മൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആളെ പിടിക്കുന്നുള്ളൂ, അതിൻ്റെ പിന്നെ ആദ്യത്തെ കണ്ണിയെ നമ്മൾ പിടിക്കുന്നില്ല. അതാണ് കേരളത്തിൻ്റെ ഒരു വീഴ്ച എന്നൊക്കെ പറയുന്നത്. പക്ഷേ കേരളത്തിൽ ഈ പിന്നെ ഡ്രഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എണ്ണം കൂടുതലാണെന്ന് പറയുന്നത് ശരി. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഭയങ്കര കൃത്യമായ മോണിറ്ററിങ് ഉള്ളത് കൊണ്ട് ഇവൻ ഒരു ചെറിയ കേസ് പോലും നമ്മൾ കേസായി തന്നെ രജിസ്റ്റർ ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളതാണ്. ഈ കേസുകളൊക്കെ പിടിക്കുന്നത്, അതായത് ഇതിൻ്റെ തുമ്പന്വേഷിച്ച് പോയാൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് കേസുകൾ നമ്മൾ പിടിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും റൂട്ട് കിടക്കുന്ന എവിടെയാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരും തെലങ്കാനയും കർണാടക. ബാംഗ്ലൂർ എവിടെയാണ്? അപ്പോൾ കർണാടക ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ്. അപ്പോൾ എനിക്ക് ഇപ്പം സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ വി ഡി സതീശനോട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തോട് ഇത്രയും സ്നേഹമുള്ള മനുഷ്യനാണല്ലോ വി ഡി സതീശൻ, അതാണല്ലോ ഇതിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് സിദ്ധരാമയ്യനെ വിളിച്ചിട്ട് ഇപ്പം ഞാൻ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ ഈ പ്ലാനിൻ്റെ ഒരു കോപ്പി പുള്ളിക്ക് കൊടുത്ത് അതൊന്ന് അവിടെ ആദ്യം നടപ്പിലാക്കിയാൽ കേരളം കുറച്ച് രക്ഷപ്പെടുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.